നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിക്കര ടോൾ പ്ലാസയുടെ കേസിൽ കരാർ കമ്പനിയെ ന്യായീകരിച്ച് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. ഷാജി ജെ കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ പലയിടത്തും യാത്രാ ദുരിതം രൂക്ഷം. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാത കുട്ടനല്ലൂരിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. സ്വർണവിലയിൽ ഇടിവ് തുടരുന്നു. സ്വർണവില 66,000-ന് താഴെയെത്തി. വാർത്തകൾ വിശദമായി. പാലിക്കര ടോൾ പ്ലാസയുടെ കേസിൽ കരാർ കമ്പനിയെ ന്യായീകരിച്ച് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. മണ്ണുത്തി എടപ്പള്ളി റോഡ് നിർമ്മാണത്തിൽ ചിലവായ തുകയും ന്യായമായ ലാഭവും കിട്ടിയതിനാൽ 2026 നിന്ന് 2028 വരെ ടോൾ പിരിക്കാൻ വേണ്ടിയുള്ള കരാർ റദ്ദാക്കുവാനാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. ഹർജിയിൽ വാദം കേട്ട കോടതി ഇതുവരെ റോഡ് പണിക്ക് ചിലവായ സംഖ്യയും അറ്റകുറ്റപ്പണികൾക്കും ദേശീയപാതയുടെ പ്രവർത്തനത്തിനും ചിലവായ സംഖ്യയും ന്യായമായ ലാഭവും എത്ര സംഖ്യ ഇതുവരെ പിരിച്ചുവെന്നതിന്റെ കണക്കും കോടതിയിൽ ഹാജരാക്കാൻ ദേശീയപാത അതോറിറ്റിയോടും കരാർ കമ്പനിയോടും നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റിക്കു വേണ്ടി പ്രൊജക്ട് ഡയറക്ടർ കോടതിയിൽ മറുപടി ബോധിപ്പിക്കുകയായിരുന്നു. മറുപടിയിൽ ഡ്രാഫ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ടിൽ റോഡ് പണിയുടെ ചിലവ് 307 കോടി രൂപയാണെന്നും തുടർന്ന് ടെൻഡറിന് 312.54 കോടിയുമായിരുന്നു റോഡിന്റെ പണിയുടെ ചിലവ്. എന്നാൽ റോഡ് പണി അവസാനിച്ചപ്പോൾ കരാർ കമ്പനി കൊടുത്ത ചിലവ് 723.15 കോടി രൂപയെന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയിൽ ബോധിപ്പിച്ച മറുപടിയിൽ പറയുന്നത്. കൂടാതെ അറ്റകുറ്റപ്പണികൾക്ക് 201.81 കോടി രൂപയും ദേശീയപാത പ്രവർത്തിപ്പിക്കുന്നതിന് 225.70 കോടി രൂപയും ചെലവായിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് നെഗറ്റീവ് ഗ്രാന്റായി 215 കോടി രൂപ കൊടുക്കാനുണ്ടെന്നും റോഡ് പണിക്ക് സാമ്പത്തിക സഹായം വാങ്ങിയ വകയിൽ കരാർ കമ്പനി 678.55 കോടി രൂപ പലിശയായി കൊടുത്തിട്ടുള്ളതാണെന്നും ദേശീയപാത അതോറിറ്റി ബോധിപ്പിച്ച മറുപടിയിൽ പറയുന്നതാണ്. കരാർ കമ്പനിയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് ദേശീയപാത അതോറിറ്റിയുടെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് വാദിയായ ഷാജി കോടങ്കണ്ടത്ത് പറയുന്നത്. കരാർ കമ്പനിയെ ന്യായീകരിക്കുന്ന ദേശീയപാത അതോറിറ്റി 2026 നിന്ന് 2028 വരെ നീട്ടിയ കാലാവധിയും ടോൾ ഫീസ് വർധനവും കുറയ്ക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, കരാർ റദ്ദാക്കിയാൽ ഭാവിയിൽ പൊതുമേഖലാ കരാറുകളിൽ സ്വകാര്യ വ്യക്തികൾ പങ്കെടുക്കുന്നത് കുറയുമെന്ന ആശങ്ക കമ്പനി മറുപടിയിൽ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് വെക്കേഷൻ കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ വാദം കേൾക്കുവാൻ വച്ചു. നിരന്തരം കരാർ ലംഘനം നടത്തിയ പാലിയേക്കര ടോൾ പ്ലാസ പൊളിച്ചു നീക്കണമെന്ന് പാലിയേക്കര സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധികൾ വരെ ധിക്കരിക്കുന്ന നിലപാടാണ് ടോൾ കമ്പനി സ്വീകരിക്കുന്നതെന്നും സമിതി ആരോപിച്ചു. പന്നിയങ്കരയും പാലിയേക്കരയും തമ്മിൽ 32 കിലോമീറ്ററിനുള്ളിൽ 2 ടോളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് 2 ടോളുകൾ തമ്മിൽ 60 കിലോമീറ്റർ അകലം വേണമെന്നാണ്. ഇത് നടപ്പാക്കുന്നില്ലെന്നും പാലിയേക്കര സംയുക്ത സമരസമിതി ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ കൺവീനർ PJ മോൻസി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മനോജ് ചിറ്റിലപ്പിള്ളി, ജയൻ കോനിക്കര, KC കാർത്തികേയൻ, സജി മന്നണത്ത്, മോഹൻദാസ്, MV ചന്ദ്രൻ, വിൽസൺ പണ്ടാരവളപ്പിൽ, തിലകൻ പുളിങ്കുഴി, വിജയൻ വരാക്കര എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജലജീവൻ മിഷൻ പദ്ധതിയിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ പലയിടത്തും യാത്രാ ദുരിതം രൂക്ഷമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച ജലജീവൻ പദ്ധതി കേരളത്തിൽ 2020 ഒക്ടോബറിലാണ് ആരംഭിച്ചത്. സംസ്ഥാനത്ത് ജലജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട കാലാവധി അവസാനിച്ചിട്ടും ജലശുദ്ധീകരണശാലകൾ, ടാങ്കുകൾ, മെയിൻ പൈപ്പ് ലൈനുകൾ, പമ്പുകൾ എന്നിവയുടെ ജോലികൾ പല ജില്ലകളിലും ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ തകർന്ന് തരിപ്പണമായ നിലയിലാണ്.
വടാംതോൾ നൊട്ടൻമൂല റോഡ്, വടാംതോൾ കോരനൊടി റോഡ് തുടങ്ങിയ മേഖലകളിൽ യാത്രാ ദുരിതം രൂക്ഷമാണ്. റോഡിന്റെ നവീകരണത്തിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയെങ്കിലും 2 വർഷമായിട്ടും ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയാകാത്തതിനാൽ നടപടികൾ വൈകുകയാണെന്ന് വാർഡ് മെമ്പർ ജോജോ പിണ്ടിയാൻ പറഞ്ഞു. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിലൂടെ വരുന്ന ആളുകൾ ഒരുപാട് വാഹനാപകടങ്ങളിലൂടെ സംഭവിക്കുകയാണ്. ഇത് തുറന്നിട്ടിട്ട് ഇത് മൂടുകയോ അതിൻ്റെ മുൻ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിട്ട് പോലും അത് കോൺക്രീറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ടാർ ചെയ്യാനോ ഈ പദ്ധതി ഏറ്റെടുത്ത കരാറുകാർക്ക് കഴിഞ്ഞിട്ടില്ല. അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് നടത്തിക്കാനായിട്ട് ഇവിടുത്തെ ഭരണസമിതിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2023-24 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ റീടാറിങ്ങിന് വെച്ചിട്ടുള്ള റോഡാണിത്. അത് നമുക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ പൈപ്പിട്ട് അത് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് കൊണ്ടാണ് പഞ്ചായത്തിന് അത് ചെയ്യാൻ കഴിയാത്തത്. 2 ടൈമായിട്ട് അത് സ്പിൽ ഓവറാണ്. 2 ടൈം സ്പിൽ ഓവർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടാമത്തെ പുതിയ വർഷത്തിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് മൊത്തം വെച്ച സംഖ്യയുടെ 20% മാത്രമാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുള്ളൂ. 80% തുക നമുക്ക് പഞ്ചായത്തിന് നഷ്ടപ്പെടുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി വേണം അത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 വർഷങ്ങളായിട്ട് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തന്നെ നമ്മുടെ അറിവനുസരിച്ച് ഏകദേശം കഴിഞ്ഞ വർഷം ഒരു 6.5 കോടി രൂപയിലധികവും ഏകദേശം അത്ര തന്നെ ഈ വർഷവും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ റോഡിൻ്റെ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരികമായി യോഗ്യമാക്കി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നിലവിൽ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ കരാറുകാർ പദ്ധതി ഉപേക്ഷിച്ച നിലയിലാണ്. പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കാട് കയറി നശിക്കുകയാണ്. തകർന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി വരാതായെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ ഞങ്ങൾ രാവിലത്തെ യൂണിറ്റിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. കൊടക്കോട്ട് പത്തങ്ങാടി വരെ പോകുന്ന വഴിയാണ് ഈ കിടക്കുന്നത്. അന്ന് നല്ല റോഡായിരുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത റോഡായിരുന്നു. ആ റോഡ് പൈപ്പിടാനെന്ന് പറഞ്ഞിട്ട് കുത്തി പൊളിച്ചിട്ട് കുറച്ചധികം അന്ന് മഴ പെയ്ത് എല്ലാ മണ്ണും വെള്ളമൊക്കെ കുത്തിച്ചാടി പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ വരുമ്പോൾ അത് സ്റ്റേ ചെയ്തിട്ട് ആ മൂല ഒരു അങ്ങനെ ചെയ്തിട്ടില്ല. ആ പൈപ്പ് മുഴുവൻ കൂട്ടി കിടക്കുന്നുണ്ട്. പൈപ്പ് വെറുതെ കൂട്ടിയിട്ടില്ല. കുറേ പൈപ്പുകളുണ്ട്. ഒരു വഴി ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന മാതിരിയായി. വണ്ടി വിളിച്ചാൽ വരാൻ പറ്റാത്ത അവസ്ഥയിലെത്തി ഞങ്ങളുടെ വഴി. ഇതെങ്ങനെ ഇതിന് പരിഹാരം കാണാമെന്നുള്ളത് പഞ്ചായത്തുകാർ പറഞ്ഞു മറ്റേ പൈപ്പുകാർ ഒന്നാക്കി തന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക ഈ വഴി ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഇത് എന്നേക്ക് നന്നാക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു വലിയൊരു ആക്ഷേപം. എന്നൊക്കെയാണ് നന്നാക്കുക ഞങ്ങൾക്കറിയാൻ പാടില്ല. വേണ്ടത്ര ആസൂത്രണമോ ആലോചനയോ ഇല്ലാതെ നടപ്പാക്കിയ ജലജീവൻ മിഷൻ സംസ്ഥാനത്ത് ഭൂരിഭാഗം ജില്ലകളിലും പരാജയമാണ്. ശുദ്ധജലം വിതരണം ചെയ്യാൻ ജലശുദ്ധീകരണശാലകളോ പമ്പിംഗ് മെയിനുകളോ ടാങ്കുകളോ നിർമ്മിക്കാതെ എല്ലാ വീട്ടിലേക്കും വാട്ടർ കണക്ഷൻ നൽകിയതാണ് പ്രശ്നമായതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ഗാർഹിക കണക്ഷൻ നൽകി വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ പദ്ധതി ഇപ്പോൾ ഒഴുക്ക് നിലച്ച മട്ടാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ രൂക്ഷമായ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശവാസികൾ. റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പഞ്ചായത്തിന്റെ തുടർ നടപടികൾക്കും ജൽജീവന്റെ പദ്ധതി പൂർത്തിയാകാത്തത് തടസ്സമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാത കുട്ടനെല്ലൂരിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ദേശീയപാത കുട്ടനെല്ലൂരിൽ പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ചെടിച്ചട്ടികളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി റോഡരികിൽ മാലിന്യം തള്ളുന്നത് തടയുന്നതിനായി സ്ഥാപിച്ച ഇരുമ്പ് വേലിയിലാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. മാലിന്യമുക്ത നവകേരളം പരിപാടിയിൽ ജില്ലാതലത്തിൽ മികച്ച പൊതു ഇടത്തിനുള്ള അവാർഡും ഈ സ്ഥലത്തിന് ലഭിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഇതിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏറെ ജനശ്രദ്ധയും ആകർഷിച്ചു. ഇതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാർ ഇവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതും പതിവായിരുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളികളുടെയും ദിവസങ്ങളുടെ അധ്വാനമാണ് ഒറ്റ രാത്രി കൊണ്ട് സാമൂഹ്യ വിരുദ്ധർ തകർത്തെറിഞ്ഞത്. ഇനിയും ചെടികൾ നശിപ്പിക്കാതിരിക്കാൻ ചെടികൾക്ക് മുന്നിൽ സുരക്ഷാവേലി നിർമ്മാണവും ആരംഭിച്ചു. കൂടാതെ സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്തി പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പുത്തൂർ പഞ്ചായത്ത്.
ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവികൾ എന്ന സന്ദേശവുമായി ഉല്ലൂർ വിൻസെന്റ് പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിലോ പോൾ, വൈസ് പ്രിൻസിപ്പൽ PV വിൻസി, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ലിറ്റി മരിയ, സെന്റ് വിൻസെന്റ് പോൾ ആശുപത്രി PRO ജീസൺ മണവാളൻ, സ്റ്റെനീറ്റ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തിലെ 7ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നന്ദിനി രമേശൻ അധ്യക്ഷയായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിൽ നടന്ന ചെസ് പരിശീലന കളരി SMC ചെയർമാൻ CK സുദേവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ HM ഇൻചാർജ് സമീന തോമസ്, സുധീർ രാമചന്ദ്രൻ, VA സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനായി ഉല്ലാസയാത്രയൊരുക്കി മറ്റത്തൂർ പഞ്ചായത്ത് കൊടുങ്ങ വാർഡ് വയോജന ക്ലബ്ബ്. പഞ്ചായത്ത് അംഗം KR ഔസേഫ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 56 പേരടങ്ങിയ സംഘം കടലിൽ ഉല്ലാസക്കപ്പൽ യാത്ര നടത്തിയ ശേഷം വല്ലാർപാടം തീർത്ഥാടന കേന്ദ്രം, മുനമ്പം ബീച്ച് എന്നിവിടങ്ങളും സന്ദർശിച്ചു. PM ജോണി, പോൾ കോട്ടയ്ക്കൽ, സുജാത ശശി, സിസിലി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വിജ്ഞാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ വെച്ച് LRP പരിശീലനം നൽകി. കൊടകര ബ്ലോക്ക്, ചാലക്കുടി ബ്ലോക്ക്, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക്, ഇരിങ്ങാലക്കുട ബ്ലോക്ക്, ഒല്ലൂക്കര ബ്ലോക്ക്, ചാലക്കുടി മുനിസിപ്പാലിറ്റി, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി എന്നീ കേന്ദ്രങ്ങളിൽ നിന്നും വന്ന വാർഡ് തല റിസോഴ്സ് പേഴ്സൺമാർക്കാണ് പരിശീലനം നൽകിയത്. ഏപ്രിൽ 26 നടക്കുന്ന മെഗാ ജോബ് ഫെയറിലേക്ക് ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനാണ് LRP പരിശീലനം നൽകിയത്. ജില്ലയിലെ 1.25 ലക്ഷം ഉദ്യോഗാർത്ഥികൾ DWMS എന്ന സംവിധാനം വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ജോബ് ഫെയറിൽ പങ്കെടുപ്പിക്കുകയും പരമാവധി പേർക്ക് ജോലി നൽകാൻ കഴിയണം എന്നുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കില ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. കില അസോസിയേറ്റ് പ്രൊഫസർ രാജേഷ് ക്ലാസ് എടുത്തു. വിജ്ഞാന കേരളം DMC KV ജ്യോതിഷ് കുമാർ, പ്രചോദി നികേതൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ബിനു ചാക്കോ, വിജ്ഞാൻ കേരള KRP അബ്ദുൾ റസാഖ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ ഗവൺമെന്റുകൾ നടത്തിയ ഇടപെടലും പൊതു സ്വത്തിന്റെ അവിടുത്തെ ഒരു നിക്ഷേപം, അങ്ങനെ കേരളം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ വളരെയേറെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് കൊടകര പഞ്ചായത്ത് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദം പങ്കുവച്ച് കൊടകര ടൗണിൽ പ്രകടനം നടന്നു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരാണ് ട്രോഫിയുമായി ആഹ്ലാദ പ്രകടനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നേതൃത്വം നൽകി. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാറിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 45 വയസ്സുള്ള ഫൈസൽ മുഹമ്മദ്, 17 വയസ്സുള്ള ഫരാസ് മുഹമ്മദ്, 14 വയസ്സുള്ള ഫൈസ ഫാത്തിമ, 14 വയസ്സുള്ള നൂർലന, 7 വയസ്സുള്ള റയാൻ ആദം എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സമ്പുഷ്ട ഗ്രൂപ്പിന്റെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി സ്ഥാപനമായ ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ മുത്രത്തിക്കരയിൽ ബുധനാഴ്ച 9:30 ആരംഭിക്കും. മുത്രത്തിക്കര കാട്ടുകാരൻ കോംപ്ലക്സിൽ ആരംഭിക്കുന്ന സ്ഥാപനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് ഉദ്ഘാടനം ചെയ്യും. മാനേജിംഗ് ഡയറക്ടർ K.O. ജോൺസൺ അധ്യക്ഷത വഹിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10-ന് പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്യും. KL ജോസ് അധ്യക്ഷനാകും. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. സ്വർണ്ണവില 66,000-ന് താഴെയെത്തി. പവന് 480 രൂപ കുറഞ്ഞ് 65,800 രൂപയും ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 8,225 രൂപയുമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ പുറത്തുവന്നതോടുകൂടി വ്യാപാര യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മാന്ദ്യത്തിലേക്ക് വഴിവെച്ചേക്കുമെന്ന ഭീതിയിൽ നിക്ഷേപകർ ലാഭമെടുത്ത് പിരിയുന്നതാണ് വില കുറയാനുള്ള പ്രധാന കാരണം. ഏപ്രിൽ 4 മുതൽ സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ട്. വെറും 4 ദിവസം കൊണ്ട് 2,680 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. വെള്ളിയുടെ വിലയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 102 രൂപയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. തിരക്കിട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ അത് ആരോഗ്യത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്നത് ആരും ചിന്തിക്കാറില്ല. റിപ്പോർട്ട് കാണാം. ജോലിയിടങ്ങളിലെ തിരക്കുകൾ, AC റൂമിലിരുന്നുള്ള ജോലി, ജോലിക്കിടയിലെ സമ്മർദ്ദം എന്നിവയാൽ വെള്ളം കുടിക്കുന്ന ശീലം കുറയുകയും നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ജോലിയിലായിരിക്കുമ്പോൾ ഇത്തരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും തലവേദന, ശ്രദ്ധക്കുറവ്, ക്ഷീണം, ചർമ്മത്തിലെ ചുളിവുകൾ, അകാല വാർദ്ധക്യം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മൂത്രാശയ അണുബാധ, മൂത്രത്തിൽ കല്ല്, രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയും ഇതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്. അതിനാൽ ചൂട് കൂടുന്ന ഈ സമയങ്ങളിൽ ജോലി തിരക്കിനിടയിലും വെള്ളം കുടിക്കേണ്ടത് പ്രധാനമാണ്. ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തേണ്ടതാണ്. അതിനായി ഒരു ദിവസം കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ദാഹം തോന്നുമ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. അതുപോലെ ജലാംശം അടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം. ഇതിലൂടെ വൃക്കസംബന്ധ രോഗം തടയാനും മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ചായ, കാപ്പി പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ വെള്ളത്തിന് പകരമായി ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്നും AC-യിലിരിക്കുമ്പോൾ 6 മുതൽ 8 ഗ്ലാസ് വെള്ളം വരെയെങ്കിലും കുടിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുമുള്ള റെഗുലർ ബാച്ച് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രായപരിധി 35 വയസ്സിൽ താഴെ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 11-നകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547213100 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,225 രൂപയും പവന് 65,800 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിക്കര ടോൾ പ്ലാസയുടെ കേസിൽ കരാർ കമ്പനിയെ ന്യായീകരിച്ച് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. ഷാജി ജെ കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ പലയിടത്തും യാത്രാ ദുരിതം രൂക്ഷം. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാത കുട്ടനല്ലൂരിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു.
സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. സ്വർണ്ണവില 66,000-ന് താഴെയെത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.